വൈഷ്ണവനുനീ. ഇതുപോലെ ഒരുപാട് അമ്മമാരുടെ മകനാണ്, പലരുടെയും സുഹൃത്താണ്, അയൽക്കാരനാണ്, കാമുകനാണ്, ഞങ്ങളുടെ എല്ലാം ഏട്ടനാണ് മലയാളത്തിന്റെ മോഹൻലാൽ. കുറെ കാലത്തിന് ശേഷം ഇങ്ങനൊരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയതാണ്. അപ്പൊ അത് ആഘോഷിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളെ ഈ ലാലേട്ടൻ ഈ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ക്യാമറയ്ക്ക് പുറകിലിരുന്നിട്ട് ചിലപ്പോൾ മോണിറ്ററിന്റെ പുറകിലേക്ക് തരൻ്റെ അടുത്തേക്കും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഷോട്ട് ചിലപ്പോൾ അത് പെർഫോം ചെയ്ത് കാണുമ്പോൾ നമുക്ക് തോന്നും ആ സിനിമ മൊത്തം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്ന്. പുതിയതായിട്ട് സിനിമ മോഹിക്കുന്ന, സിനിമയിൽ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന, സിനിമ വളരെ ഡീപ്പിൽ ആക്ടിങ്ങിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് അത്. നമ്മളത് ഇൻ ഡീപ്പിൽ സിനിമകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ചില റിയാക്ഷൻ അത് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആൾ മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന അല്ലെ ചേട്ടൻ ഇങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനത്തെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൂമെന്റിൽ ലാലേട്ടൻ തരുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതി ഉണ്ടാക്കിയ കഥാപാത്രം അല്ലെങ്കിൽ മോണിറ്ററിന്റെ പുറകിൽ നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കിയ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഫാൻ ബോയ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള വരവേൽപ്പും ഞാൻ പണ്ട് കണ്ടിട്ടുള്ള മുദിനവും അല്ലെങ്കിൽ അതിലേക്കുള്ള ലാലേട്ടൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നേരെ നമ്മൾ കാണുന്നത് നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസാണ്. സൈലൻസുകളുള്ള നോട്ടങ്ങൾ, ചില സൈലൻസുകൾ, ചില നോട്ടങ്ങൾ, ചില ബോഡി പൊസിഷനുകൾ അല്ലെങ്കിൽ ഐയുടെ ചില മൂവ്മെൻറ്റുകൾ, അതെല്ലാം ആസാൻ ആക്ടർ അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നത്. നമ്മളിലൊരാളായി നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ലൈക്ക് ഭയങ്കര ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങളുടെ വൈബ് എന്താണോ, ഞങ്ങളുടെ മൂഡ് എന്താണോ, പുള്ളി ഈസിലി അതിലേക്ക് മാറുകയും ഞങ്ങളെ കൂടെ നിന്ന് തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഞാൻ ലാലേട്ടനോട് വലിയ ഫാൻ. ബട്ട് എന്നെക്കാട്ടിലും എൻ്റെ വൈഫ് ലാലേട്ടനാണ് ഇത്. എൻ്റെ വൈഫ്ക്ക് ലാലേട്ടനാണ് ഇത് ഫാൻ. ബ്യൂട്ടിഫുൾ ഫിലിമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത് 100% ഹിറ്റാണ്. മോഹൻലാലിന്റെ ഒടുക്ക ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി. വീരന്മാരെ തീപ്പൊരി പടം ഒന്നും പറയണ്ട. മുണ്ട് മടക്കി വരുന്ന ലാലേട്ടനെ പണി അറിയാവുന്നവന്റെ കയ്യിലങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. തിയേറ്ററിലും കൂടി കത്തിക്കും. ഞാനൊരു പക്കാ മമ്മൂട്ടി ഫാനാണ്. പക്ഷെ ഇന്ന് ആ 4 ചുവരുകൾക്കുള്ളിൽ ആ പഴയ ലാലേട്ടനെ ഞാൻ കണ്ട് എന്റെ മോനെ എജാതി പടം. ലാലേട്ടന്റെ അടിഞ്ഞാട്ടം തിരിഞ്ഞു നോട്ടങ്ങൾ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പുള്ളി ഇതാക്കി, പുള്ളി ചുമരിന് ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി വായ പൊത്തുന്നുണ്ട്. അതിങ്ങനെ ഒരു വീഴ്ചകളിലൂടെ എല്ലാവരും പേടിച്ചു ചെയ്യുന്നത്. ഒരുപാട് നാളായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഇമോഷനെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി എന്നേലും ആ മനുഷ്യൻ ഒരു ഇറങ്ങുമ്പം ഞങ്ങൾ അതിനുവേണ്ടി കൈയടിക്കും എന്ന് പറയുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അവര് വരണം. അത് കേരളത്തിലെ എല്ലാ കുടുംബത്തിലും ഉണ്ട്. അതാണ് എൻ്റെ രസം. എല്ലാ ഫാമിലിയിലും ഉണ്ട് ആളുകൾ. അതിൻ്റെ അകത്ത് അവര് ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. മോഹൻലാൽ മലയാളിക്ക് വെറും ഒരു പേരല്ല, ഒരു വികാരമാണ്. 80കളിലും 90കളിലും ജനിച്ച ഓരോ വ്യക്തികളുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ മനുഷ്യനാണ്. മോഹൻലാൽ സിനിമയിലെ ഡയലോഗുകൾ, പാട്ടുകൾ, എന്തിന് സിനിമ തന്നെ 4 തലമുറകളുടെ ജീവിത ഭാവങ്ങളെ ചേർത്ത് നിർത്തിയതാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഒരേ ഒരു രാജാവ്. തന്നിലെ നടനെയും താരത്തെയും ചോദ്യം ചെയ്തവർക്ക് മാസങ്ങളുടെ ഇടവേളയിൽ കൃത്യം മറുപടി. ഓ എന്റെ പൊന്നനിയാ, പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. ഒറ്റ കൊമ്പനെന്ന് വെച്ചാ അങ്ങനെ മുണ്ടും മടങ്ങി കുത്തിയ ഇവിടെ ഉള്ള ഒരുത്തരും ഇല്ല ഫ്രണ്ടില്. ഒളിച്ചടക്കിയിട്ടുണ്ട് ലാലേട്ടൻ. ഇങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ, ഇങ്ങനെയാണ് കാണേണ്ടത്.
അമൃത എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി ശോഭനാമാക്ക് വട്ട. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ വട്ട. അപ്പൊ സാർ പറഞ്ഞു എനിക്കും വട്ട, ഗ്രേറ്റ് ഫാമിലി. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്ക് ടെൻഷൻ മാറി കിട്ടിയത്. എല്ലാരും ഭയങ്കര കമ്പനി ആയിരുന്നു. അതാ ചിരിച്ചിട്ടുണ്ട്, കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട്, തന്മാത്ര കണ്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്, നരം കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഈ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ്. ഞങ്ങൾ കുറെ ചിരിച്ചു, ആവേശം കൊണ്ടു, പല ഭാഗങ്ങളിലും കണ്ണ് നിറഞ്ഞു. എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവതയാണ്. തുടരും